താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷടെ പ്രൈസർ ഫാമിലിയിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടിയ അധികാരലബ്ധിയിൽ മതിമറന്ന് അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്തേറി തല ഉയർത്തി നെഞ്ചുവിരിച്ച് എനിക്ക് മുൻപിൽ ആരുണ്ടെന്ന ചോദ്യഭാവത്തിൽ മുന്നേറുന്നവനെ താണുവണങ്ങുകയും വീണ് നമസ്കരിക്കുകയും മണിയടിച്ച് സ്ഥാനമാനങ്ങൾ കൈവശമാക്കുവാൻ ശ്രമിക്കുകയും സമ്മാനങ്ങൾ നൽകി പക്ഷത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ വലിയ കൂട്ടം. ആ കൂട്ടത്തിന് മധ്യത്തിൽ ഒരുവൻ അനധികൃതമായി തനിക്കൊന്നും വേണ്ട സർവശക്തനായ ദൈവത്തിന് മുൻപിലല്ലാതെ ഞാൻ തലകുനിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തവൻ, അവനെ കണ്ട മാത്രയിൽ അങ്ങനെ ഒരുവൻ എന്നെ കണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കാത്ത താണു വണങ്ങാത്ത ഒരുത്തൻ ഈ രാജധാനിയിൽ വേണ്ട. അതുകൊണ്ട് രാജാവിനെ മണിയടിച്ച് ഭക്തനെ തൂക്കിക്കളയുവാൻ ഉത്തരവ് വാങ്ങുന്നു. ആ ഉത്തരവ് വാങ്ങിയവനെ തന്നെ ഭക്തനെ തൂക്കിക്കളയുവാനായി ഉയർത്തിയ കഴുമരത്തിൽ തൂങ്ങി ആടുമാറാക്കിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തന്റെ ഉറപ്പാണ്. നിങ്ങൾക്ക് വിരോധമായി അഹങ്കാരവും അസൂയയും മൂത്ത് തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്നവരെ നിങ്ങൾക്ക് മുമ്പിൽ തകർക്കുമാറാക്കുന്ന ദൈവ പ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അതിലേക്കായി ഭക്തനെ പ്രാപ്തനാക്കിയ ഉപവാസം. ആ ഉപവാസത്തിലൂടെ വെളിപ്പെട്ട വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു ഉപവാസമെന്ന്. എന്നാൽ ഉപവാസം പ്രായോഗിക തലത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളുള്ളതാണ്. അപ്പോൾ എന്താണ് ഉപവാസത്തിന്, ഭക്തന് ഉപവസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിനെ എങ്ങനെ മറികടക്കാം, ഇത്യാദി കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഉപവാസത്തിൻ്റെ റിസൾട്ട് അത് എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് നിങ്ങൾ കേൾക്കുന്നു, അല്ല കേട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ വിടുതൽ പ്രാപിക്കും. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു, എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ വളരെ ഹൃദ്യസ്ഥമായിരിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ അത് തെളിഞ്ഞു വന്നു. ഹാമാൻ അശ്വേരോഷിൻ്റെ രാജധാനിയിലേക്ക് അധികാര ലബ്ധനായി കടന്നു വരുന്നു. അയ്യോ, പെട്ടെന്ന് കിട്ടിയ അധികാരമാണ്. അപ്പോൾ അധികാരത്തിൻ്റെ ഹുങ്കിൽ ചിന്തിക്കുക, തനിക്ക് കീഴ്പ്പെട്ട് നിൽക്കാത്ത ആരും ഉണ്ടാകരുത്. അതിനൊത്തവണ്ണം ആൾക്കാരൊക്കെ വീണ് നമസ്കരിക്കുന്നു, പഞ്ചപുച്ഛമുണ്ടാക്കി നിൽക്കുന്നു. അയ്യോ, പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ. പക്ഷേ ഒരുവൻ മാത്രം, ആരാ? മൊർദെഖായ് എന്ന യഹൂദൻ ഭക്തൻ. അവന് വീണ് നമസ്കരിക്കുവാനും വയ്യ, കാലയെ പിടിച്ച് മണിയടിച്ച് അതിനൊന്നും താല്പര്യമില്ല. കാരണം എന്താ? സോപ്പിട്ട് കിട്ടുന്നതൊന്നും അവന് വേണ്ട. ഭക്തൻ അങ്ങനെയാ. ആൾക്കാരെ സോപ്പിട്ട് നുണ പറഞ്ഞ് കൂട്ടയടി ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് അതൊന്നും ഭക്തൻ ആവശ്യമില്ല. ഓ താങ്ക് ഗോഡ്. തീർന്നില്ല, അവനൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ലോകത്തിൽ നിന്ന് ആരെങ്കിലും സോപ്പിട്ടൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ഞാൻ തല കുനിക്കത്തുമില്ല. എനിക്കൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. അവൻ്റെ മുൻപിലല്ലാതെ ആരുടെ മുമ്പിലും ഞാൻ തല കുനിക്കത്തില്ല. അതേ, മനുഷ്യരുടെ മുമ്പിലല്ല നിങ്ങളുടെ തല കുനിയേണ്ടത്, ദൈവത്തിൻ്റെ മുൻപിലാണ്. അർത്ഥം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ താഴ്മയുള്ളവരാകരുത് എന്നല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യന് മുമ്പിലും തന്നെത്താൻ ഉയർത്തുന്നവനെയൊക്കെ ദൈവം താഴ്ത്തും. നിങ്ങൾ താഴുവാൻ തയ്യാറാകുമെങ്കിൽ, താഴുക എന്ന് വെച്ചാൽ ഒരുവന് മുൻപിൽ കീഴടങ്ങുക, കീഴ്പ്പെടുക, അവൻ്റെ ഇഷ്ടത്തിന് വിധേയനാകുക എന്നല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രം വിധേയനാകുന്ന ഭക്തൻ. ആ ഭക്തനെ കണ്ട് ഹാമാന് സഹിക്കുന്നില്ല. ഹാമാൻ നേരെ കൊട്ടാരത്തിനകത്തേക്ക് പോയി രാജാവിനോടൊപ്പം ഇരുന്ന് സോപ്പിട്ട് ഒരു കൽപ്പന അങ്ങ് പുറപ്പെടുവിപ്പിച്ചു. എന്താ? യഹൂദനായ മൊർദെഖായി യഹൂദന്മാരെ മുഴുവനും കൊന്നുകളയുക, അവരെ കൊള്ളയടിക്കുക. മൊർദെഖായിയെ വെറുതെ കൊന്നാൽ പോരാ, അവനെ തൂക്കിക്കൊല്ലണം. പട്ടണവാതിൽക്കൽ 50 മുഴം ഉയരമുള്ളൊരു തൂക്കുമരമുണ്ടാക്കി അതിൽ തൂങ്ങി അവൻ ആടണം. അപ്പോൾ ദേശത്തുള്ളവരെല്ലാം കാണണം, അയ്യോ ഹാമാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഹാമാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയല്ലേ കഴിവരെ ഒരുക്കി കാത്തിരിക്കുക, നിന്നെ പരസ്യക്കോലമാക്കുമെന്ന് പറഞ്ഞ്.
നീ എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ, എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ തന്നു കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം. എൻ്റെ കൂടെ ആ കളി അല്ലേ? അങ്ങനെ പറഞ്ഞ് കഴുമരം ഒരുക്കി നിൽക്കുക. പേടിയോ? അയ്യോ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ സഹോദര സഹോദരി? ആ ജോലി സ്ഥലത്ത് ഒരു പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കി മറ്റു പലരെയും പോലെ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്ത് നിന്നില്ലെങ്കിൽ പറ്റത്തില്ല. അതാ പ്രശ്നം. അവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്ത് നിൽക്കണം. നിന്നില്ലെങ്കിൽ ജോലി ചെയ്ത് പുറത്താക്കും, നാണം കെടുത്തും, അപവാദ കഥകൾ പറയും. അതിനുവേണ്ടി ഒരു കൂട്ടം തന്നെയുണ്ട് അല്ലേ? നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയുവാനും. എന്താ? അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം തുള്ളാത്തത് കൊണ്ടാ. താങ്ക് ഗോഡ്. ആ കഴിവരം. സ്തോത്രം. അവിടെ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. നിങ്ങൾ നല്ലതുപോലെ എനിക്കൊപ്പം പറഞ്ഞേ, എങ്കിലേ കാര്യം മനസ്സിലാകത്തുള്ളൂ. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഈ ഹാമാന്റെ ഭാര്യ സേരസും വിദ്വാൻമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. മോർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. ഭക്തന്റെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. നീ ഇതുവരെ പലരോടും കളിച്ചിട്ടുണ്ട്. ഇതുവരെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ ഇന്നത്തെ ശത്രു പലരോടും കളിച്ചിട്ടുണ്ട്. പലരെയും അവൻ കളി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നോട് കളിക്കാൻ വന്നു, അവൻ വീഴുവാൻ തുടങ്ങി. താങ്ക് ഗോഡ്. ദൂത സഹോദര സഹോദരി, ശത്രു വീഴുവാൻ തുടങ്ങി. താങ്ക് ഗോഡ്. ഇത് പറയുന്നത് യഹൂദന്മാരാരുമല്ല, ഹാമാന്റെ ഭാര്യ പറയുക, സേരസ് പറയുക. നീ കളിച്ച ആൾ മാറിപ്പോയി ഹാമാനെ, നീ കളിച്ച ആൾ മാറിപ്പോയി. സഹോദര സഹോദരി, നിന്റെ ശത്രുവിനെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയുക, അവൻ കളിച്ച ആൾ മാറിപ്പോയി. സ്തോത്രം. അവൻ പറയാൻ പോവുക, ആ നേരത്തെ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ തോന്നിയ നേരത്തെ അവൻ ശപിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആമേൻ. അത് സംഭവിക്കുവാൻ പോകുക. സഹോദരി, പലരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കാത്തതാണ് നിനക്ക് വിരോധമായി ഇത്രമാത്രം അപവാദങ്ങൾ പറഞ്ഞ്. ഒരിക്കൽ ഒരു സഹോദരി എന്നോട് തൻ്റെ സാക്ഷ്യം പറയുവാനിടയായി. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവദാസനെ, ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന് കയറിയത് 2 ആൺമക്കളുള്ള ഒരു ഭവനത്തിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, ഭർത്താവിൻ്റെ സഹോദരൻ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. ആ ഭവനത്തിനകത്ത് അമ്മയുണ്ട്, അപ്പനുണ്ട്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമെന്ന് കരുതി ഞാൻ വന്ന് കയറി. എന്നാൽ എൻ്റെ കരുതലുകളൊക്കെ തെറ്റിപ്പോയി. കാരണം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനും നന്നായി മദ്യപിക്കുന്നവരായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് മദ്യപിച്ചു ബോധമില്ലാതെ ഉറങ്ങുന്ന ഒരു രാത്രി എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നോട് അപമര്യാദയായി പെരുമാറി തൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ തികച്ചും ക്രിസ്തീയ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തയായ എനിക്ക് അതിന് വഴങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ബഹളം വെച്ചു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എഴുന്നേറ്റു, അപ്പൻ എഴുന്നേറ്റു. അയ്യോ, ഇതറിഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ തല്ലുമല്ലോ, വഴക്കാകുമല്ലോ, കുടുംബം ചിതറിപ്പോകുമല്ലോ. ആരോടും പറയരുത്. ഞാൻ എൻ്റെ നല്ല മനസ്സുകൊണ്ട്, ശുദ്ധഗതി കൊണ്ട് ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അമ്മയും അപ്പനും ചുറ്റുപാടുമുള്ള ബന്ധുക്കളും അറിയുന്നവരും അറിയാത്തവരും എല്ലാം ചേർന്ന് എനിക്ക് വിരോധമായി പലതും പറയുവാൻ തുടങ്ങി. ആ ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടുവാൻ പദ്ധതികൾ ഒരുക്കി. എന്നെ അവിടെ നിന്ന് ഓടിക്കുക, അതായിരുന്നു ആ കുടുംബത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം. അതിനുവേണ്ടി ചെയ്യുവാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു. 6 മാസം പ്രായമുള്ള രോഗിയായ എൻ്റെ കുഞ്ഞിനെയും എന്നെയും എൻ്റെ ഭർത്താവിനെയും ആ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ട നാളിൽ അവരുടെ സന്തോഷം, അവരുടെ ചിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, നീ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നീ തേരാപ്പാര നടക്കുന്നത് ഞങ്ങൾ കാണും. അതെ, എൻ്റെ കാല് പിടിച്ച് നീ ഇതിനകത്ത് വന്ന് കയറും, എൻ്റെ ഇഷ്ടത്തിന് നീ ജീവിക്കും. ഞാൻ ഹൃദയം തകർന്ന് നിലവിളിച്ചു, ദൈവമേ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ. അങ്ങനെ വരുന്നതിലും ഭേദം എനിക്ക് മരണം മതി. എൻ്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു. ഓടിച്ചവരുടെ മധ്യത്തിൽ ഓടിപ്പോകുന്നവളായിട്ടല്ല, അതെ, ആ ദേശത്തിൽ തന്നെ ആ കുടുംബത്തിന് മധ്യത്തിൽ എന്നെ എൻ്റെ ദൈവം നിലനിർത്തി. അവൻ തകരുവാൻ അനുവദിച്ചില്ല, അവൻ വളരുമാറാക്കി. ഓടിച്ചവരൊക്കെ ഓടിപ്പോയി, അങ്ങും ഇങ്ങുമൊക്കെ ആയി. ഓടിക്കുവാൻ പദ്ധതി ഒരുക്കിയവരൊക്കെ
അതേക്കുറിച്ച് പറയുന്നില്ല. ഓടിക്കുവാൻ നോക്കിയവരുടെ മധ്യത്തിൽ ദൈവദാസനെ, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായതാ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും അത് സത്യമാ. അന്ന് ഇറക്കിവിട്ട രാത്രിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു വചനം ധ്യാനിച്ച എന്നോട് എൻ്റെ ദൈവം സംസാരിച്ചതാ. അവൻ വീഴുവാൻ തുടങ്ങി. ഓ താങ്ക് ഗോഡ്, അവൻ വീഴുവാൻ തുടങ്ങി. സഹോദരി, നിന്നോടുള്ള ദൂത, നിന്നിൽ തങ്ങളുടെ ഇഷ്ടം നിറവേറാത്തതുകൊണ്ട് നിന്നെ പുറത്താക്കുവാൻ പലവിധമാകുന്ന പദ്ധതികൾ ഒരുക്കുന്ന അതേ ആ കുടുംബത്തിൻ്റെ വീഴ്ച തുടങ്ങി. ഓ താങ്ക് ഗോഡ്, ആ വ്യക്തികളുടെ വീഴ്ച തുടങ്ങി. നീ ഭക്തയാണെന്ന് അവനെ അറിയുന്നവർ, ഓ താങ്ക് ഗോഡ്, അവർ വിളിച്ചു പറയുവാൻ പോകുക, നീ ദൈവത്തിൻ്റെ മകളായതുകൊണ്ട്, ഓ അമ്മേ, നീ ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് നിന്നോട് കളിച്ച കളി അവൻ്റെ അവസാനത്തെ കളിയെന്ന് പറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പുറത്താക്കുവാൻ വാതിലുകൾ തുറന്നു വെച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന ചിലർ ആമേൻ ആ വീട്ടിനകത്ത് കാണത്തില്ല. യേശുവിൻ നാമത്തിൽ ആമേൻ. അവർക്ക് ആൾബലമുണ്ട്, കൂടെ നിൽക്കുവാൻ ആൾക്കാരുണ്ട്. അവർ പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ. അയ്യോ, ചിരിച്ച് പറയുന്ന എന്ത് പഞ്ചാര വാക്കുകളാ. ചിരി കണ്ട പോയി ഉള്ളിൽ പക വച്ച് വൈരാഗ്യം വച്ച് മറ്റുള്ളവരുടേത് കവർന്നെടുക്കണമെന്ന് ആഗ്രഹിച്ച് കൊള്ളയും കൊലയും നടത്തുന്ന ചിലർ, കൊള്ളക്കാരാണ്. അമ്മയപ്പന്മാരെ തമ്മിലകറ്റുന്ന, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലകറ്റുന്ന, മക്കളെ തമ്മിൽ തെറ്റിക്കുന്ന കാപട്യക്കാർ, വഞ്ചകന്മാർ, ചൂഷകന്മാർ. അതേ കേൾക്ക്, നിന്നോടുള്ള കളി അതവരുടെ അവസാനത്തെ കളിയാ. വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെ കാണിച്ചു തരാം. നീ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ, നീ എൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ കാണിച്ചു തരാം. ഞാൻ കഴിമരം ഒരുക്കിയിട്ടുണ്ട്, നീ കാണ്. ഞാൻ പറഞ്ഞാൽ നാട്ടുകാർ നിന്നെ ഒരു അഭിസാരികയെന്ന് മുദ്രകുത്തും. ഞാൻ വിളിച്ചു പറഞ്ഞാൽ മറ്റുള്ളവർ പറയും നീ മോശക്കാരിയാ, നീ കുഴപ്പക്കാരിയാ. അവർ തന്നെ പറഞ്ഞുവല്ലോ. അവരുടെ മുമ്പിൽ നിന്നെ പരസ്യക്കോലമാക്കുമെന്ന് വെല്ലുവിളിച്ച് ആ ശത്രു തൂങ്ങിയാടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ പരസ്യക്കോലമാക്കി മാറ്റുമെന്ന്, പൊതുസ്ഥലത്ത് അവരെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുമെന്ന്, അവരുടെ വിദ്യാഭ്യാസം അവർക്ക് വേണ്ടി നീ ചെയ്തത്, അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് സകലതിനെയും നഷ്ടപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവരാക്കി അവരെ തീർക്കുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടുക. അതെ, ചിലർ മുഖത്തു നോക്കി പറയുന്നുണ്ട്. ആമേൻ ആമേൻ. ചിലർ മുഖത്തു നോക്കി പറയുക, കാണിച്ചു തരാം, ഞങ്ങളോടാ കളി. അങ്ങനെ അങ്ങ് നീ അവളെ ഡോക്ടറാക്കിയിട്ട് തന്നെ, അങ്ങനെ അവനെ നീ എഞ്ചിനീയർ ആക്കിയത് തന്നെ, അങ്ങനെ ആ രാജ്യത്ത് നീ അവനെ പറഞ്ഞു വിട്ടത് തന്നെ, അവളെ പറഞ്ഞു വിട്ടത് തന്നെ. നോക്കാം, ജയിക്കുമെന്ന് അറിയണമല്ലോ. അപ്പം നീ ചിന്തിച്ചതെന്താ? പിന്നെ ഇവള് പറഞ്ഞ അവർ പറഞ്ഞതിന് കാര്യമുണ്ട്. മന്ത്രവാദികളുടെ ഉറപ്പ് അവർക്കുണ്ട്. ആഭിചാരക്കാരുമായി അവർക്ക് കൂട്ടായ്മയുണ്ട്. എതിർ പ്രാർത്ഥനകൾ നടത്തുന്ന ദുഷ്ട മനുഷ്യരുമായി അവർക്ക് കൂട്ടുകെട്ടുണ്ട്. ആ ബലത്തിലാ പറഞ്ഞേ കാണിച്ചു തരാമെന്ന്. ഇന്നതിൻ്റെ ഫലം അനുഭവിക്കുക. പരസ്യക്കോലമായി മാറിയിരിക്കുക. റാങ്ക് ഹോൾഡറായി മാറുന്ന നിന്റെ തലമുറകളുടെ ഫ്ലക്സ് വയ്ക്കുമെന്ന് കരുതിയ പോസ്റ്റിന് ചുവട്ടിൽ നിന്റെ തലമുറകളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ചിരിക്കുന്നവരുടെ കൂട്ടം. വേദനയാ അല്ലേ? ശത്രു ജയമെടുത്തിരിക്കുന്നു. ശത്രുവിൻ്റെ ആശ നിറവേറിയിരിക്കുന്നു. തകർക്കുവാനുള്ള ആശ, മരണവപ്രാളം. അയ്യോ, ഇനി എന്തിനു ജീവിക്കണം? രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചു തുടങ്ങിയ ബിസിനസ്, ആ കച്ചവടം, ആ സ്ഥാപനം തകർന്നു തരിപ്പണമായി, നാശക്കോട്ടയായി മാറി. കടത്തിനുമേൽ കടം, പരിഹാസികളുടെ മുമ്പിൽ, അപമാനിക്കുന്നവരുടെ മുമ്പിൽ, തലകുനിപ്പിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. അയ്യോ അല്ലേ? കീഴ്പ്പെട്ട് കൊടുക്കാത്തതുകൊണ്ട്, പലരുടെയും ഇഷ്ടത്തിനൊത്തവണ്ണം നിന്നു കൊടുക്കാത്തതുകൊണ്ട്. പലരുടെയും ഇഷ്ടത്തിനൊത്തവണ്ണം നിന്നു കൊടുത്തിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ളതിന് ഇനിയും സാവകാശം കിട്ടിയാൽ, അല്ലേ സഹോദരി? പലരുടെ ആവശ്യം മറ്റു പലതുമാണ്. നിന്നു കൊടുക്കുന്നില്ല, കീഴ്പ്പെട്ട് കൊടുക്കുന്നില്ല, വശംബതയായി കൊടുക്കുന്നില്ല. സഹോദര, പലരുടെയും ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്നില്ല. എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ ചതിക്കാനും വഞ്ചിക്കാനും കൂട്ടു നിൽക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചതിക്കപ്പെട്ടവനായി. അപ്പോൾ അങ്ങനെ മോർദെഖായി മാത്രമല്ല, മോർദെഖായി മുഖാന്തരം യഹൂദന്മാർ മുഴുവനും ബാധിക്കപ്പെട്ട അവസ്ഥ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ തലകുനിക്കാത്തത് കൊണ്ട്, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കാത്തത് കൊണ്ട് കുടുംബത്തെ പോലും തകർത്ത് കളയും. അയ്യോ, എന്തൊരു ദുഷ്ട മനസ്സല്ലേ? അപവാദങ്ങൾ പറഞ്ഞ് തലമുറകളെ, കുടുംബത്തെ, ഭർത്താവിനെ, ഭാര്യയൊക്കെ നശിപ്പിക്കാനുള്ള
അത്രമാത്രം ദുഷ്ട മനസ്സോട് കൂടിയവർ. ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടോ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത് നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ്. പക്ഷേ പിശാചിനാൽ പിടിക്കപ്പെട്ടവന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം എനിക്ക് വേണം, എനിക്ക് മാത്രം, ആർക്കും കൊടുക്കത്തില്ല, ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എല്ലാം എനിക്ക് വേണം, സ്ഥാനമാനങ്ങൾ എനിക്ക് വേണം, അധികാരം എനിക്ക് വേണം, പണം എനിക്ക് വേണം, അപ്പനും അമ്മയിൽ നിന്നും കിട്ടാനുള്ളത് എനിക്ക് വേണം, ആരധ്വാനിച്ചതായാലും എനിക്ക് വേണം, ഞാൻ കൊടുക്കത്തില്ല, ചോദിച്ചാ തന്നില്ലെങ്കിൽ കഴിവര ഒരുക്കും, പരസ്യക്കോലൊക്കെ. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വന്നേ. അപ്പോൾ മൊർദെഖായി കാര്യത്തിൻ്റെ സീരിയസ്നെസ് തിരിച്ചറിഞ്ഞു. കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കോ. ശത്രു തകർത്ത് കളയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. മൊർദെഖായി കാര്യത്തിൻ്റെ സീരിയസ്നെസ് തിരിച്ചറിഞ്ഞു, ഉപവസിക്കുവാൻ തയ്യാറാകുന്നു. മൊർദെഖായി മാത്രമല്ല, കൊട്ടാരത്തിനകത്ത് മൊർദെഖായിക്കൊപ്പം ഉപവസിക്കേണ്ട ഒരുവളുണ്ട്. അവളുടെ പേർ എസ്തേർ. രാജധാനിയിൽ ഒത്തിരി പേരുണ്ട്, യഹൂദന്മാർ. അവരെല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനായിട്ട് തുടങ്ങി. ഉപവാസം വെളിപ്പെട്ടപ്പോൾ ഉപവസിച്ചവൻ്റെ ഇഷ്ടം നിറവേറുവാനായി തുടങ്ങി. ശ്രദ്ധിക്കണമേ, ഉപവസിച്ചു തുടങ്ങിയപ്പോൾ ഉപവസിക്കുന്നത് വരെ ശത്രുവിൻ്റെ ഇഷ്ടം നിറവേറുവാനായി തുടങ്ങി. എന്നാൽ ഉപവസിച്ചു തുടങ്ങിയപ്പോൾ ആരുടെ ഇഷ്ടം? ഉപവസിച്ചവൻ്റെ ഇഷ്ടം നിറവേറുവാനായിട്ട് തുടങ്ങി. ഉപവസിക്കുന്നത് വരെ രാജാവ് ഹാമാന്റെ വാക്ക് കേട്ടു. എന്നാൽ ഉപവാസം തുടങ്ങിയപ്പോൾ ഉപവസിച്ചവൻ്റെ വാക്ക് രാജാവ് കേട്ടു. ആമേൻ. അവൻ്റെ സ്ഥാനമോ അവൻ്റെ പൊസിഷനോ അവൻ ആരായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്നല്ല. നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ നിങ്ങളുടെ വാക്കിനാണ് പ്രയോറിറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ. താങ്ക് ഗോഡ്. നിങ്ങൾ ആരോ ആയിരിക്കും, നിങ്ങൾ എവിടെയോ ഏത് സാഹചര്യത്തിലോ പല കാറ്റഗറികളിലാക്കി നിങ്ങളെ പലരും പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വഭാവം പറഞ്ഞ്, നിങ്ങളുടെ രൂപം പറഞ്ഞ്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം പറഞ്ഞ്, നിങ്ങളുടെ സഭാ സംഘടന വ്യത്യാസങ്ങൾ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. മനുഷ്യർ അങ്ങനെ മാറ്റി നിർത്തും. എന്നാൽ നീ ഉപവസിക്കുമെങ്കിൽ ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല. നിൻ്റെ വാക്കുകൾക്കാണ് പ്രയോറിറ്റി. ദൈവസന്നിധിയിൽ നിൻ്റെ വാക്കുകൾക്കാണ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ഹാമാൻ തിരിച്ചറിയുക. ആ പ്രയോറിറ്റി തിരിച്ചറിഞ്ഞ ഹാമാൻ ഓടുകയാണ്. എവിടെ? തൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. കയ്യിൽ നിന്ന് പോയി ഭാര്യയോട് പറഞ്ഞു, എടിയേ സേരസേ, എല്ലാം പോയി, ഞാൻ വിചാരിച്ച പോലെ അല്ല, എല്ലാം പോയി. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഇതുവരെ നമ്മൾ ഒരുമിച്ചല്ലേ നിന്നത്. പലരെയും കൊള്ളയിടുവാനും പലർക്കും ഉള്ളത് കവർന്നെടുക്കുവാനും പലരെയും നശിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ഒരുമിച്ചല്ലേ നിന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. പക്ഷേ സേരസും വിദ്വാൻമാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, അവനൊരു യഹൂദനാകുന്നു, മൊർദെഖായി ഒരു യഹൂദനാകുന്നു, നീ ഒരു ദൈവ പൈതലാകുന്നു, നീ ഒരു ഭക്തനാകുന്നു, നീ ഒരു ഭക്തയാകുന്നു, നീ അവനെ ജയിക്കുകയില്ല. അതെ, നിന്റെ ശത്രു നിങ്ങളെ ജയിക്കുകയില്ല, അവൻ തോറ്റുപോകും. താങ്ക് ഗോഡ്. ആമേൻ. ജയിക്കുകയില്ല സഹോദര. അവരെത്ര പദ്ധതി ഒരുക്കിയാലും, ആ ജോലി സ്ഥലത്ത് എന്തൊക്കെ നിനക്ക് വിരോധമായി ചെയ്താലും, എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും നീ എത്തേണ്ട സ്ഥാനത്തിന് തടയിടുവാൻ അവർക്ക് കഴിയത്തില്ല. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. നീ പ്രാപിക്കേണ്ടത് അവിടെ നിന്ന് പ്രാപിക്കും. നിനക്ക് ആ സ്ഥാപനത്തിൽ മാന്യത ഉണ്ടാകും. നീ ആ സ്ഥാപനം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം നന്നായി ജീവിക്കും. നിന്റെ മക്കൾ പഠിക്കും. അതെ, ആ തൊഴിൽ കൊണ്ട് തന്നെ ശത്രുവിൻ്റെ ഒരു പദ്ധതിയും അതിനകത്ത് നടക്കത്തില്ല. ശത്രുവിൻ്റെ ഇഷ്ടമല്ല, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ഇഷ്ടം തന്നെ. ആമേൻ. നിന്റെ ഇഷ്ടം മാത്രം നിറവേറും. ആമേൻ. അവൻ്റെ ഇഷ്ടം നിറവേറത്തില്ലെന്നേ. അവൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കത്തുള്ളൂ, കഴിമരം ഒരുക്കി നിൽക്കത്തേ ഉള്ളൂ. നിന്നെ പുറത്താക്കാൻ വേണ്ടി പേപ്പറും കൊണ്ട് കിടക്കുക, ഒപ്പിടിപ്പിക്കാൻ വേണ്ടി. അവൻ പുറത്താകുന്ന പേപ്പറിലായിരിക്കും ഒപ്പ് വീഴുന്നത്. ദൂത സഹോദരി, നിന്നെ പുറത്താക്കാൻ വേണ്ടി അവനൊക്കെ പെടാപ്പാടുപെടുകയാണ്. നിന്നെ പുറത്താക്കാനുള്ള പേപ്പറിലല്ല, അവർക്ക് പുറത്തു പോകാനുള്ള പേപ്പറിൽ ഒപ്പിടും. കാരണം ഉപവസിക്കുന്ന നിന്റെ നിലവിളിക്കാണ് പ്രയോറിറ്റി, നിന്റെ ശബ്ദത്തിനാണ് പ്രയോറിറ്റി. സ്വർഗത്തിൽ നിന്ന് ഉത്തരവുണ്ടാകും. യേശുവിൻ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് ഉത്തരവുണ്ടാകുക. ചിലരൊക്കെ പുറത്തു പോകുക. സഹോദരി, നിന്നെ ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി പലതും പറഞ്ഞു നടക്കുന്ന ചിലരൊക്കെ, പാടി നടക്കുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. 10 ആളുണ്ടെങ്കിൽ ദൈവമോ? ഏത് ദൈവം? എനിക്കൊപ്പം നിൽക്കുവാൻ 10 ആളുണ്ടല്ലോ. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചു തരാം. അയ്യോ, എന്തൊരു സുഖിപ്പീരല്ലേ. 4 പേര് 4 വശത്തുനിന്ന് സുഖിപ്പിച്ചാൽ ചിലവരൊക്കെ വിചാരിക്കുന്ന ഞങ്ങളൊക്കെ അങ്ങ് ദൈവത്തിന് മുകളിലായിത്തീർന്നു. ചെയ്തു വച്ചിരിക്കുന്നതും ചെയ്തു കൂട്ടിയ ദ്രോഹത്തിൻ്റെ കണക്കെടുത്ത് നോക്ക്. അത്തമ പാതാളത്തിലാ, രക്തനിലമാ.
നീ നിൽക്കുന്നത് രക്തനിലത്തിലാ, അനേകരെ കൊന്ന രക്തനിലത്തിലാ. അവിടെ നല്ലത് വിളയുമെന്ന് പ്രതീക്ഷിക്കരുതേ. നിന്റെ ശത്രുവിനോടാ. ആമേൻ. നിന്റെ കണ്ണുനീർ വീണില്ലേ സഹോദരി? നിന്റെ ഹൃദയം കുത്തിപ്പറിച്ച് ചോര വാർന്നു രക്തനിലവാ. അവിടെ നല്ലതൊന്നും ഉണ്ടാകത്തില്ല. ഓ സ്തോത്രം. കഴുമരം നിനക്കല്ല. നീ പുറത്തു പോകത്തില്ല. നീ ഭർത്താവില്ലാത്തവളായി മാറത്തില്ല സഹോദര. നീ ഭാര്യയില്ലാത്തവനായി മാറത്തില്ല. നിന്റെ കുടുംബജീവിതം തകർന്നു പോകത്തില്ല. നീ നശിച്ചു പോകത്തില്ല. തകർക്കുവാൻ ശ്രമിക്കുന്നവരെ തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ആമേൻ. ഉപവസിക്കുന്ന നിന്റെ ശബ്ദത്തിനാണ് പ്രയോറിറ്റി. ആമേൻ. നിന്റെ ഉപവാസം വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. ഉപവസിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രയോറിറ്റി. നീ പറയുന്നത് സംഭവിക്കും, ശത്രു പറയുന്നതല്ല. ശത്രു വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അല്ല നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിറവേറുന്നത്. നിന്റെ പ്രാർത്ഥന അത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുക. ഒതുക്കിക്കൂട്ടിയ സ്ഥാനത്ത് നിന്ന് തലമുറകളെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. നീ ആഗ്രഹിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ കോഴ്സിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. ആ കോഴ്സിന് അഡ്മിഷൻ ഉണ്ടാകുവാൻ പോകുക. ആ രാജ്യത്ത് അവൻ ഉറച്ചു നിൽക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. അവിടെ നിർത്തത്തില്ല എന്ന്. ആമേൻ. സ്തോത്രം. പ്രശ്നം എന്തോ ആകട്ടെ, കഴിവരം എത്ര വലുതോ ആകട്ടെ, ശത്രു എത്ര പ്രബലനോ ആകട്ടെ, നീ ശത്രുവിനെ നോക്കണ്ട, ദൈവത്തിങ്കിലേക്ക് നോക്ക്. ഉപവസിക്കുന്ന നിന്റെ വാക്കുകൾക്കാണ് പ്രയോറിറ്റി. ഓ യെസ്. ജഡ്ജിൻ്റെ വാക്കുകൾക്കല്ല, കോടതിയുടെ വാക്കുകൾക്കല്ല, അധികാരികളുടെ വാക്കുകൾക്കല്ല, ന്യായാധിപന്മാരുടെ വാക്കുകൾക്കല്ല. അതേ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്റെ വാക്കുകൾക്കാണ് പ്രയോറിറ്റി. ഉത്തരമുണ്ട്. യെസ്, യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി പുതിയ ഉത്തരവുകൾ വരിക. ഓ ആമേൻ. ദൂതാ കേട്ടോ, ചില പുതിയ ഉത്തരവുകൾ ഉണ്ടാകുക. ഓ താങ്ക് ഗോഡ്. നന്ദി കർത്താവേ. ചില ഉത്തരവുകൾ ഉണ്ടാകുക. ആ ലോൺ എഴുതി തള്ളുന്ന ഉത്തരവ്, സാവകാശം കിട്ടുന്ന, അടച്ചു തീർക്കുവാൻ സാവകാശം കിട്ടുന്ന ഉത്തരവ്, കൂടിപ്പോയ പലിശ തീർത്തു തരുന്ന ഉത്തരവ്, ഇളവ് തരുന്ന ഉത്തരവ്. യെസ്, യേശുവിൻ നാമത്തിൽ ചിലത് ഒപ്പുവയ്ക്കപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്റെ ശബ്ദത്തിന് പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ചിലതിൽ ഒപ്പുവയ്ക്കപ്പെടുക. ഓ ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. പ്രയോറിറ്റി ഉണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി ഉണ്ട്. ഓ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി ഉണ്ട്. ചിലർ ഒപ്പ് വയ്ക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടി ചിലർ ഒപ്പ് വയ്ക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. അവൻ ജോലിക്കാരനായി മാറി. ആ സ്ഥാപനത്തിൽ അവൻ ജോലിക്കാരനായി മാറി. വിസ സ്റ്റാമ്പ് ചെയ്യുക, അക്കാമ അടിച്ചു കിട്ടുക. അതും ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ആമേൻ, ആമേൻ, ആമേൻ. ആ സ്പോൺസറുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. കാരണം ഉപവസിക്കുന്ന നിന്റെ വാക്കുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഉത്തരവ് സ്വർഗത്തിൽ നിന്ന്. ആമേൻ. ഉത്തരവ് സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ട് ചിലർക്ക് ആ ഉത്തരവിനെ മറക്കുവാൻ കഴിയത്തില്ല. അഹശ്വേരോശിന് ഹാമാന്റെ വാക്കുകളെക്കാൾ വലിയ വാക്ക് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ വാക്ക് തന്നെയാണ്. ദൈവം ഇടപെട്ടാൽ അഹശ്വേരോശ് മാറും. നിനക്ക് വിരോധമായി നിൽക്കുന്നവർ ദൈവം ഇടപെടുമ്പോൾ മാറും, നിനക്ക് അനുകൂലമായി മാറും. ആമേൻ. ഡോക്ടർ പറയുമെന്നേ. ആമേൻ. ഡോക്ടർ പറയും, ഞങ്ങൾ പഠിച്ചതുപോലെയല്ല, ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. നീ മരിക്കത്തില്ല. ഈ രോഗത്തിന് നിന്നെ കൊല്ലുവാൻ കഴിയത്തില്ല. അവയവങ്ങളിൽ ഇന്നലകളിൽ കാണാത്ത ജീവൻ ഞങ്ങൾ കാണുന്നുണ്ട്. നിർജീവമായ അവയവങ്ങളിൽ ജീവനുണ്ട്. ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്. അതേ ജീവനോടെ നീ ഭവനത്തിലേക്ക് തിരികെ വരും. ആ ആശുപത്രിയിൽ നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ താങ്ക് ഗോഡ്. അവൻ നിന്നെ സൗഖ്യമാക്കും. അവൻ്റെ വാക്കുകൾ ഡോക്ടറിലൂടെ നീ കേൾക്കുവാൻ പോവുക. ആമേൻ. കർത്താവിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുക. അപ്പോൾ അതിന് കാരണമായി തീർന്നത് ഉപവാസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉപവസിക്കുവാൻ ഈ വിചാരിക്കുന്നത് പോലെ എളുപ്പമാണോ? എളുപ്പമല്ല. ഇവിടെ നോക്കിയേ, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ കൊട്ടാരത്തിനകത്തുള്ള എസ്തേർ രാജാവിനെ കാണണം. പക്ഷേ 4-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, എസ്തേറിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചു പറഞ്ഞാൽ രാജാവ് ക്ഷണിച്ചിട്ടല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്നെ ക്ഷണിച്ചിട്ടില്ല, ഞാൻ കയറിപ്പോയാൽ തല പോകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാജാവ് അനുവാദം കൊടുത്തിട്ടില്ല. അനുവാദമില്ലാതെ പോയാൽ പ്രശ്നമാണ്. ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് കാര്യം എളുപ്പമാണ്. പക്ഷേ എൻ്റെ ഈ ശരീരാവസ്ഥയിൽ ഞാൻ ഉപവസിച്ചാൽ അയ്യോ, ഡോക്ടർ അറിഞ്ഞാൽ കൊല്ലും. ആഹാരം പോലെ ഗുളിക കഴിക്കാനുള്ളതാ. പിന്നെ എങ്ങനെ ഉപവസിക്കും?
ഉപവസിച്ചാൽ എങ്ങനെ എനിക്ക് ജോലികൾ ചെയ്യുവാൻ കഴിയും? ഒത്തിരി ജോലി ചെയ്യാനുള്ളത്, കഠിന ജോലിയാ, അടിമയെ പോലെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഉപവസിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായേ? പറയാൻ എളുപ്പമാണ്, പക്ഷെ ഉപവസിക്കാൻ പാടാ. പല പല പ്രതികൂലങ്ങളാ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എങ്ങനെ ഉപവസിക്കാനാ? വല്ലതും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? അല്ലേ? ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ചോദ്യങ്ങളെ മാറ്റിവെച്ച് ഉപവസിക്കുവാൻ തയ്യാറാവുക. എസ്തേറും യഹൂദന്മാരും മൊർദെഖായും എല്ലാം അങ്ങ് ഉപവസിക്കുവാൻ തയ്യാറായി. രാജാവ് ചെയ്യുന്ന കാര്യം അത് പിന്നീടുള്ളതല്ലേ. നമ്മളെന്ത് ചെയ്യണം? ഉപവസിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഉപവസിച്ചാൽ എന്ത് സംഭവിക്കും? അത് പിന്നീടുള്ള കാര്യമല്ലേ. അതിലേക്ക് നിങ്ങൾ നോക്കണ്ട. എന്നോട് ഇങ്ങനെ ഉപവാസത്തെക്കുറിച്ച് പല സംശയങ്ങളും ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ടല്ല. എന്താ പറയട്ടെ? പിന്നെ ഉപവസിക്കുന്നത് ഉപനോടുകൂടെ വസിക്കുവാൻ, അഥവാ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുക. പ്രശ്ന പരിഹാരം അല്ല. പിന്നെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടി ഞാൻ ഉപവസിക്കുന്നു. മനസ്സിലായോ? ഇവിടെ തന്നെ നിങ്ങളുടെ പ്രശ്ന പരിഹാരവും ഉണ്ടാവും. കാരണം ഉപവസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊപ്പമാകുന്നു, ഉപനോടുകൂടെ ആകുന്നു. മീൻസ് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ ആര് നിങ്ങളെ തൊടും? ആർക്കെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനാണെന്നുള്ളൊരു ചിന്ത അങ്ങ് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഉപവസിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, അങ്ങനെ ചിന്തിച്ചാലാ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് പോകും. ഉപവസിച്ചാൽ അത് ശരിയാവുമോ? ഞാൻ ഉപവസിച്ചാൽ അവരുടെ മനസ്സെങ്ങനെ മാറും? എൻ്റെ മക്കളെങ്ങനെ നേരെയാവും? എൻ്റെ ഭർത്താവ് എങ്ങനെ നേരെയാവും? അവരെങ്ങനെ കുടി നിർത്തും? ഞാനല്ലേ ഉപവസിക്കുന്നത്? ഈ ചിന്ത വന്ന പ്രശ്നമാണ്. അപ്പോൾ പിശാച് ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രശ്ന പരിഹാരത്തിനല്ല, മറിച്ച് ദൈവത്തിനോടൊപ്പം ഇരിക്കുവാനാണ് ഉപവസിക്കുന്നതെന്നുള്ള ചിന്ത ഉണ്ടാകുക. എന്തും സംഭവിച്ചോട്ടെ, ഉപവസിച്ചതുകൊണ്ട് എന്തും സംഭവിച്ചോട്ടെ, ആ ഉറപ്പോടെ ഉപവസിക്കുക. അങ്ങനെ ഉപവസിച്ചപ്പോൾ എന്ത് ചെയ്തു? രാജാവ് തീരുമാനം അങ്ങ് മാറ്റി. വിളിക്കാതെ ചെന്നാൽ കൊന്നുകളയുന്ന രാജാവാണ്. പക്ഷെ ഇവിടെ തീരുമാനം അങ്ങ് മാറ്റി. എസ്തേറിനെ അടുക്കൽ വിളിച്ചു. തീരുമാനം മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചേ? 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഈ ഹാമാനോട് അഹശ്വേരോശ് രാജാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ആദരിക്കുന്ന മനുഷ്യന് എന്തൊക്കെ കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഹാമാൻ പറയുക, എനിക്ക് പേര് പെരുമ പ്രശസ്തി, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനം എനിക്ക് വേണം, ഇങ്ങനെ എല്ലാം താൻ ആഗ്രഹിക്കുന്നതെല്ലാം പറയുക. പക്ഷെ വചനം പറയുന്നു 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ശത്രു ആഗ്രഹിച്ചതൊക്കെ മൊർദെഖായിക്ക് കിട്ടി. ആ സ്ഥാനമാനങ്ങളെല്ലാം മൊർദെഖായിലേക്ക് വന്നു. നിങ്ങളുടെ ശത്രു നിങ്ങളെ പുറത്താക്കി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് നിന്നെ പുറത്താക്കി നേടിയെടുക്കുവാൻ നിന്റെ ശത്രു ആഗ്രഹിക്കുന്ന ആ പ്രൊമോഷൻ, ആ സ്ഥാനം, ആ ശമ്പള വർധനവ്, ആ നല്ല ജോലി, ആ രാജ്യത്തിലെ ജോലി, ആ സ്ഥാപനത്തിലെ ജോലി, യേശുവിൻ നാമത്തിൽ ശത്രു ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നത്. എന്നാൽ അത് അവന് കിട്ടത്തില്ല. നീ ഉപവസിക്കുമെങ്കിൽ നിന്നിലേക്ക് വരും. അതേന്നേ, നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും. ഹാമാൻ എന്ത് കിട്ടുമെന്നോ? ഹാമാന് കഴുമരം കിട്ടും. 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഹാമാനെ കഴുവരത്തിൽ തൂക്കി. നിന്റെ ശത്രുവിനെ കർത്താവ് തൂക്കും. ആമേൻ. നിന്റെ ശത്രുവിനെ കർത്താവ് തൂക്കിക്കളയും. അപ്പോൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. എന്തിനു വേണ്ടി? പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഉപവസിക്കും. പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർക്കറിയാം, നമുക്ക് എല്ലാ ദിവസവും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയറുകൾ, ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വീഡിയോയാണ് നിങ്ങൾക്ക് വൈകുന്നേരം കിട്ടുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച മക്കൾക്ക് വേണ്ടിയുള്ള വിഷയമാണ്. മക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ ചൊവ്വാഴ്ച ഉപവസിക്കുക. ഒരു ദിവസം മുഴുവൻ ഉപവസിക്കേണ്ട. രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഉപവസിക്കുക. കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രൈസർ ഫാമിലി പ്രാർത്ഥിക്കുന്ന ദിവസമുണ്ട്. ആ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉച്ചവരെ നിങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിന് വേണ്ടി ഉപവസിക്കുക. ജോലിക്ക് വേണ്ടി ഉപവസിക്കുക. അങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് വിഷയത്തിലും മധ്യത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്നു ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകും. സ്തോത്രം. നടക്കത്തില്ല എന്ന് ലോകവും ശത്രുവും പറയുന്നത് നടക്കുവാൻ തുടങ്ങും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. പാടാണോ? ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉപവസിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക്
കൂട്ടി വരുത്തുക. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാക്കി നിങ്ങളുടെ ഓരോ ദിവസത്തെയും മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ സഭാരാധനയുടെ ലൈവ് സ്ട്രീമിങ്ങും അവിടെ ലഭ്യമാണ്. നിങ്ങൾക്കൊരു സഭാരാധന മിസ്സാകുന്ന പക്ഷം അത് കണ്ട് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമുള്ള അവസരവുമുണ്ട്. എന്നാൽ കണ്ണടച്ചോ, വിശ്വാസ കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന് മുമ്പിൽ ശത്രുവിൻ്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും വഴങ്ങാത്തത് കൊണ്ട്, ഇവരിലുള്ള പലതും ശത്രു വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ വിടിവിക്കപ്പെടട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ജോലി സ്ഥലത്ത് ഇവർക്ക് അർഹതപ്പെട്ടത് ഇവരുടേതായി മാറട്ടെ. അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ അങ്ങ് ഇവർക്ക് ജോലി നൽകി മാനിച്ചാട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ. സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ, അനുഗ്രഹിക്കണമേ കർത്താവ്. നന്മയുണ്ടാകട്ടെ, ഇവരുടെ ബിസിനസ്സുകളിൽ നന്മയുണ്ടാകട്ടെ, തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, ഞെരുക്കങ്ങളും ഇല്ലായ്മകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ സ്തോത്രം, വായ്പകൾ വാങ്ങി തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കണമേ, സാവകാശം കിട്ടണമേ. ചില ജപ്തികൾ നീങ്ങിപ്പോകട്ടെ, ചില ലോണുകൾ ക്യാൻസൽ ആകട്ടെ. യേശുവിൻ നാമത്തിൽ എഴുതി തള്ളപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന, കലഹമുണ്ടാക്കുന്ന ദുഷ്ടൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അങ്ങ് ഇവരെ അനുഗ്രഹിച്ചാട്ടെ, ചേർന്ന് നിൽക്കട്ടെ കർത്താവേ. അവരുടെ കുടുംബജീവിതത്തിന് വിരോധമായുള്ള ദുഷ്ടൻ്റെ ആക്രമണം മാറിപ്പോകട്ടെ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആക്രമിക്കുന്ന ശത്രു തകർക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകട്ടെ. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാതെ കരയുന്നവരുണ്ട് കർത്താവേ, സ്വന്തം ഭവനങ്ങളെ നൽകണമേ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വിൽക്കട്ടെ. വിൽപ്പനകൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ലോണുകൾ കിട്ടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. സ്പോൺസർമാരുള്ള തർക്കങ്ങൾ മാറട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലായിരിക്കുന്നവർ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവമെന്ന് നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.